ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. നമ്മുടെ ചാനൽ തുടങ്ങിയ കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പെർഫ്യൂംസ് ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ ആയിരുന്നു. അങ്ങനെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ഈ കൂൾ വാട്ടർ പറഞ്ഞ് വീഡിയോസ് ചെയ്യാല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ളത്. അങ്ങനെ നെക്സ്റ്റ് ഇയർ ആയപ്പോൾ ആ ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ മാറി ക്രീഡ് അവൻറ്റസ് ആയി. ക്രീഡ് അവൻറ്റസിൻ്റെ ഒരുപാട് ക്ലോൺസ് നമ്മൾ പറയും, അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ ക്രീഡിനെ കുറിച്ച് പറയും. അങ്ങനെ അതിൻ്റെ ശേഷം പിന്നെ ഞാൻ ക്രീഡിൻ്റെ ഒരു 20 ക്ലോൺസിൻ്റെ ഒരു വീഡിയോ ചെയ്തു. ഇനിയും എൻ്റെ അടുത്ത് നെക്സ്റ്റ് ഒരു ബാച്ച് അറൗണ്ട് 20 എനിക്ക് തോന്നുന്നത് ഒരു 20 വരെ കിട്ടും. 20 പെർഫ്യൂംസോളം ഇനിയും വേറെ വീഡിയോ ചെയ്യാൻ കിടക്കുന്നുണ്ട്. കാരണം അത്ര അധികം പെർഫ്യൂംസ് വീണ്ടും എന്താ പറയുക ക്രീഡ് അവൻറ്റസിനെ ഇൻസ്പയർ ചെയ്തിട്ട് വന്നു. അപ്പോൾ ഇതെന്താണ് ക്രീഡ് അവൻറ്റസിനെ ഇൻസ്പയർ ചെയ്യുന്നത് ആളുകൾ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മാർക്കറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ് ക്രീഡ് അവൻറ്റസിൻ്റെ കോപ്പി. ഇത് പറഞ്ഞാൽ ആളുകൾ ഈ സാധനം ചാടിക്കേരി എടുക്കും. പിന്നെ മാത്രമല്ല, ഒരു പുതിയ ബ്രാൻഡ് വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു സിമിലർ ആയിട്ടുള്ള പേര് കൊടുത്തിട്ട് ക്രീഡിൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ഇറക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് അത് ഇഷ്ടമാണാനും പിന്നെ മാത്രമല്ല ഇത് മാർക്കറ്റ് ചെയ്യാനും ഈസിയാണ്. അപ്പോൾ എന്തായാലും മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയ ക്രീഡിൻ്റെ ക്ലോൺസിൽ ഉണ്ടായിരുന്ന ഒരു പെർഫ്യൂം ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത് അതാണ് ദ മാൻ കമ്പനി കോപ്പർ. ഇത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്യണം എന്ന് കരുതി വെച്ചിട്ട് ഞാൻ കരുതിയിരുന്നത് ഇത് ഞാൻ ഓൾറെഡി ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നൊക്കെയാണ്. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ ചെയ്യാതെ പോയ ഒരു പ്രൊഡക്റ്റാണിത്. സോ ഇത് 399 ആണ് MRP. പക്ഷേ ഇത് ഒരു 190 195 അങ്ങനെ എന്തോ ഒരു പ്രൈസിനാണ് ഞാൻ മുമ്പ് വാങ്ങിച്ചത്. പക്ഷെ ഇപ്പം അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. ഇത് കയ്യിൽ കിട്ടിയിട്ട് അറൗണ്ട് 1.5 years ആയി. അപ്പോൾ ഇത് കോപ്പർ, ഇത് ബോഡി പെർഫ്യൂം എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഗ്യാസ് ഇല്ലാത്ത ടൈപ്പാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു രൂപം കണ്ടിട്ട് നിങ്ങളിതൊരു ഡിയോഡറൻ്റ് ആണ് എന്ന് കരുതരുത്. ഞാൻ ഇതിൻ്റെ ബാക്കിൽ പെർസെൻറ്റേജ് അടിച്ച് നോക്കുമ്പോൾ ഇതിൽ 79.2 ആണ് ഇതിൻ്റെ ആൽക്കഹോൾ പെർസെൻറ്റേജ്. ഓക്കെ, ഇതിൽ പെർഫ്യൂം ഓയിൽ കണ്ടൻറ്റ് 12% ഉണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു EDT ആണ്. അപ്പോൾ സാധാരണ ഒരു ഡിയോഡറൻ്റ് അല്ല ഇത്. ഇവിടെ ഫ്രാഗ്രൻസ് മെയ്ഡ് ഇൻ ഫ്രാൻസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒപ്പീനിയനിൽ ഇത് നല്ലൊരു പെർഫ്യൂമാണ്. പിന്നെ മാത്രമല്ല ഇതിന് നല്ലൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. ക്രീഡ് അവൻറ്റസ് എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ പല ജാതി പെർഫ്യൂമുകൾ വരുന്നുണ്ട്. ക്രീഡിൻ്റെ അതേപോലത്തെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വേറെ പെർഫ്യൂമാണ് മറ്റേ നിഷാനെ ഹസീബത്തും അതേപോലെ തന്നെ മൻസിറൻ്റെ ഏതായിരുന്നു സത്രത് ബോസ്, ഇങ്ങനത്തെ ഒക്കെ പെർഫ്യൂംസ് ഉണ്ട്. അതെല്ലാം ആ ഒരു നാച്ചുറൽ വരുന്നതാണ്. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്രീഡ് അല്ല. അപ്പോൾ ചില പെർഫ്യൂംസ് ഒക്കെ ക്രീഡിനെ ഇൻസ്പയർ ചെയ്ത് കൊണ്ടുവരുന്നത് ഒന്നെങ്കിൽ ഈ മൻസിറൻ്റെ ലുക്കിലേക്ക് പോകും, അല്ലെങ്കിൽ നിഷാനേൻ്റെ ആ ഒരു കാറ്റഗറിയിലേക്ക് പോകും. പക്ഷേ ഇത് ക്രീഡുമായിട്ട് ബന്ധം തോന്നിയ ഒരു പെർഫ്യൂമാണ്, ഒറിജിനൽ ക്രീഡ് അവൻറ്റസ് ആയിട്ട്. കാരണം ഒറിജിനൽ ക്രീഡ് അവൻറ്റസ് ഞാൻ 3 ബാച്ച് ക്രീഡ് അവൻറ്റസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഫ്രൂട്ടി ആയിട്ട് കിട്ടി, ഒരെണ്ണം സ്മോക്കി ആയിട്ട് കിട്ടി, ഒരെണ്ണം ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ടും കിട്ടി. എനിക്ക് മൂന്ന് രീതിയിലാണ് തോന്നിയത്. 3ഉം ഒറിജിനൽ തന്നെയാണ്. അപ്പോൾ അതിൽ ആ ഒരു ഫ്രൂട്ടി വൈബുള്ള ക്രീഡ് അവൻറ്റസ് ആയിട്ട് കുറച്ച് സിമിലർ ആയിട്ട് തോന്നിയതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, ഇതിൽ ആ ഒരു സ്മോക്കിനെസ് അല്ല കൂടുതൽ. നമ്മൾ ഫ്രഞ്ച് എസൻസിൻ്റെ റീചാർജ് പറഞ്ഞപ്പോൾ അതിൽ സ്മോക്കി ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഫ്രൂട്ടി സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് പറയുകയാണെങ്കിൽ ഇതിൽ ആ ഒരു ഫ്രഷ്നെസ് ഉണ്ട്, പൈനാപ്പിളിൻ്റെ നോട്ട്സ് വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബിർച്ചിൻ്റെ ആ ഒരു ചെറിയൊരു സ്മോക്കിനെസ് വരുന്നുണ്ട്, പിന്നെ ഒരു പച്ചോളി ഫ്രാഗ്രൻസും വരുന്നുണ്ട്, പിന്നെ കുറച്ച് ഒരു മസ്കി ഫ്രാഗ്രൻസും ഇതിൽ വരുന്നുണ്ട്. മൊത്തത്തിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രീഡ് അവൻറ്റസിൻ്റെ ക്ലോണാണ് ഈ സാധനം കോപ്പർ എന്നുള്ളത്. അപ്പോൾ ഒക്കേഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഓൾ ഒക്കേഷൻസ് യൂസ് ചെയ്യാം എന്ന് പറയുമെങ്കിൽ നമുക്കിത് ഓഫീസിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇത് എന്താ പറയുക, അത്ര ഒരു സ്ട്രെങ്ത് ഉള്ള ഫ്രാഗ്രൻസ് ഒന്നുമല്ല, ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളതാണ്. കുറച്ച് ഓവർ അപ്ലൈ ചെയ്താൽ ഓൾ ഒക്കേഷൻസിലേക്കൊക്കെ പറ്റും. പക്ഷേ എന്നാലും ഈ അറബിക് പെർഫ്യൂംസിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാനൊക്കെ പാടാണ്. അതിന് മാത്രമുള്ള ഒരു പഞ്ച് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇത് എനിക്കൊരു 1.5 hours വരെ പ്രൊജക്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് 3.5 hours വരെ ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നി. ചില സമയത്ത് 4 hours വരെയും കിട്ടുന്നുണ്ട്. സോ പെർഫോമൻസ് വൈസ് ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. ഈ ഒരു പ്രൈസിന് ഇത് നല്ലതാണ് പെർഫോമൻസ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അതെങ്കിൽ മിന്ത്ര, നൈക്ക പോലത്തെ വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ കിട്ടും. ഞാൻ ഒരിക്കൽ മിന്ത്രയിൽ നിന്ന് ഇത് കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത് നല്ല ഫ്രാഗ്രൻസ് ആണെന്ന് കണ്ടപ്പോൾ എങ്ങാനും ഡിസ്കണ്ടിന്യൂ ചെയ്താലോ എന്ന് കരുതി കുറച്ചധികം പീസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എടുത്തിട്ടൊന്നും കാര്യമില്ല, അത് ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടുപോകും, അതങ്ങനെ ഫിനിഷ് ആവുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും, ഓഫ്ലൈനായിട്ടും കിട്ടും. ഓഫ്ലൈനായിട്ടാണ് ഞാൻ ഈ ഫ്രാഗ്രൻസ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് ലുലു എന്നായിരുന്നു, ട്രിവാൻഡ്രം ലുലു എന്നാണ് എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോൾ ഇത് ഓഫ്ലൈനായിട്ടും കിട്ടുന്ന ഒരു സാധനം തന്നെയാണ്.
അപ്പോൾ എന്തായാലും ക്രീഡ വെൻറ്റസിൻ്റെ ചെറിയ പ്രൈസിന് നല്ല ഒരു ക്ലോണെന്നൊന്നും പറയാൻ പറ്റില്ല, അതേ ഒരു വൈബ് തരുന്ന ഒരു പെർഫ്യൂം നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ് ദ മാൻ കമ്പനി കോപ്പർ. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.